വിശ്വാസമില്ല, എന്നാലും ഒന്ന് പോയി നോക്കാണ്. അത് നമ്മളൊരു സോക്കടാണ്. ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കി നിലം കൂടി പറയും. നമ്മുടെ നാട്ടിൽ ചെല്ലുമ്പോ ഭാര്യക്ക് മാനസികമായ അസുഖം, വാപ്പാക്ക് മാനസികമായ, സാധാരണ ഈ അപകടം ഉണ്ടായാലും മാനസികമായ അസുഖങ്ങളില്ല. കാരണം ബാക്കിയൊക്കെ വാപ്പാക്ക് സുഖമില്ല, തലവേദനയാറാ നമുക്ക് മനസ്സിലാവും, ക്യാൻസറാന്ന് പറഞ്ഞാലും മനസ്സിലാവും, ഒക്കെ സഹിക്കാം. ഈ മാനസികമായ അസുഖങ്ങൾ നമ്മളെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലുണ്ടായി, നമുക്കുണ്ടായ പിന്നെ നമ്മളെ ഇത് ആലോചിച്ച് കഴിഞ്ഞ് നമുക്ക് വേണ്ടപ്പെട്ടവർക്കുണ്ടായ സഹിക്കാൻ കഴിയില്ല. നമുക്ക് പ്രശ്നമാണ് മാനസികമായ അസുഖം. അപ്പോഴാണ് പലപ്പോഴും നമ്മളെ ചിന്ത അങ്ങനെ ഇങ്ങോട്ടൊക്കെ പോല്. അപ്പൊ നമ്മളെ ഭാര്യമാരും ഉമ്മമാരെല്ലാം കൂടി ഇങ്ങനെ ഏതായിരുന്നാലും എടാ പാപ്പാന്റെ ഇത് എന്തായിട്ട് മാറുന്നില്ലല്ലോ, ഒന്ന് പോയി നോക്ക്, ആ ജിന്നെ കൂടി തടഞ്ഞ എന്താ തള്ള പറഞ്ഞതിനനുസരിച്ച് ചെയ്യാലോ. നമ്മൾ പോയില്ലെങ്കിൽ എന്താ അറിയോ, എനിക്ക് പാപ്പാനോട് സ്നേഹമില്ലാന്നായി. പോയില്ലെങ്കിൽ പുറത്ത് പാപ്പാനോട് സ്നേഹമില്ലാതായി. അപ്പൊ പിന്നെ ആരും അറിയാതെ കൂടി പോകുക. അറിഞ്ഞാൽ തന്നെ പറയും എനിക്ക് വലിയ വിശ്വാസം ഉണ്ടായിട്ടില്ല, എന്നാലും അങ്ങനെ പറഞ്ഞപ്പോഴെന്നാ. ഇതിപ്പോഴല്ലേ ഇതിന്റെ ആവശ്യമുള്ളൂ. അവര് ചെയ്താലും പറഞ്ഞാലും ഫലിക്കൂല, ചിലപ്പോഴൊക്കെ ഫലിക്കില്ലേ. ആ പറഞ്ഞാൽ സത്യമാവും. ഖുർആനിൽ സൂറത്തുൽ ഹിജ്റിന്റെ ആദ്യ ഭാഗങ്ങളിൽ കാണാം ഇങ്ങനെ ഈ സഹായികളായി ഇവര് പറയുന്ന ചില വചനങ്ങളൊക്കെ ഈ പിശാചിന്റെ ഈ ജിന്നുകളുടെ സേവകന്മാരായി നിൽക്കുന്ന ആളുകൾ പറയുന്നതൊക്കെ ചിലപ്പോ സത്യമായി എന്ന് വരും. മാത്രല്ല ഈ കൈനോട്ടക്കാരും ഈ കണക്ക് നോക്കുന്നവരും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നതൊക്കെ പലപ്പോഴും വളരെ 100% ശരിയായില്ലായിരുന്നു. 100% അല്ല. ഈ കൈനോട്ടക്കാരും ഈ ജാതി ജിന്നുകൂടിയ ആളുകളും ഒക്കെ സേവകന്മാരും ഒക്കെ പറയുന്നത് ഒരിക്കലും ശരിയാവുന്നില്ലെങ്കിൽ ആളുകൾ അതിന് പോവുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആൾക്കാരതിന് കിട്ടുമോ? പോകുന്നത് എന്തുകൊണ്ടാ? 100-ൽ ഒരുത്തനെങ്കിലും എപ്പോഴെങ്കിലും അതുകൊണ്ട് പ്രയോജനം ലഭിക്കുന്നെന്ന് അനുഭവപ്പെടുന്നതുകൊണ്ടാ. അത് പ്രയോജനം ലഭിക്കുന്നെന്ന് അംഗീകരിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞ പോകാൻ പാടില്ല. നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ച് അവിടെ പോയാൽ കാര്യം കിട്ടൂല എന്നുള്ളതുകൊണ്ടാണ്. നല്ല കാര്യം കിട്ടാം, ലഭിക്കാം, അതാണ് ഖുർആന്റെ ശൈലി. ഒക്കെ അണ്ട് അംഗീകരിച്ച് ശരി അങ്ങനെയൊക്കെ സംഭവിക്കാം. ജിന്നുകളുണ്ടോ? ഉണ്ട്. അവർക്ക് സഹായാഭ്യർത്ഥന നടത്തിയാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ലേ? വരും. ഒക്കെ ശരിയാണ്. പക്ഷേ ചെയ്തുകൂടാ, വിഡിത്തമാണത്. ഇത്രയാണ് ഇപ്പൊ ഈ ആയത്തിലുള്ള. നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി പറയാം. ആ സൂറത്തിൽ കുറച്ച് ഭാഗം കൂടി പറയുന്നുണ്ട്. ഞാനത് നിങ്ങൾ ക്ഷമിക്കണം, കുറച്ചാണ്ടുകൊണ്ട് കടന്നു പറഞ്ഞത്. ഇത് പിന്നെ നമ്മളെ വരുന്ന ചുറ്റുപാടായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോ ഒരു ലേശം അപകടം മനസ്സിലുണ്ടാക്കുന്ന വിഷയമാണല്ലോ. ഇതിനെപ്പറ്റി ഇങ്ങോട്ട് പറഞ്ഞിട്ട് തീരെ നിഷേധിക്കുന്ന അവസരത്തിലേക്ക് എത്തരുത്. അംഗീകരിച്ചിട്ട് നമ്മളെ നാട്ടിൽ പ്രചരിച്ചൊക്കെ അംഗീകരിക്കുകയും ചെയ്യരുത്. ഖുർആൻ പറഞ്ഞുകൊടുത്ത് നിന്നിങ്ങനെ പോകണം നമ്മള്. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കൊണ്ട് പോയത്.